പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കുബി. ഞാൻ ആഷിഖ് ജോയ്. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗുഡ് സമരിറ്റൻ ഓയിലിനെ കുറിച്ചാണ്. അപ്പം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗുഡ് സമരിറ്റൻ ഓയിൽ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം എടുത്തത്. പിന്നെ ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. അപ്പം നമുക്കറിയാം, കരുണയുടെ അവസാന മണിക്കൂറിലൂടെയാണ് മലയാളികൾ ഈ പറയുന്ന നമുക്കറിയാം കരുണയുടെ അവസാന മണിക്കൂറിലൂടെയാണ് മലയാളികളായ നമ്മൾ ഈ ഗുഡ് സമരിറ്റൻ ഓയിലിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതേ മെസ്സേജ്, ഈ ഗുഡ് സമരിറ്റൻ ഓയിലിനെ പറ്റിയിട്ട് ഈശോ മറ്റ് പല ദർശകർക്കും മെസ്സേജസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് സമരിറ്റൻ ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഓയിൽസൊക്കെ വരുത്തിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാം, വിഷയമില്ല. അപ്പം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ജിൻസൂറിന് കൊടുത്ത മെസ്സേജിൽ, മേഘാലയയിലെ ഷില്ലോങ്ങിൽ ആ കൊച്ചിന് കൊടുത്ത മെസ്സേജസ് പ്രകാരം ആ കൊച്ചിനോട് സ്വർഗം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ ഫോറിൻ കൺട്രീസിൽ ഈശോ കൊടുത്തിട്ടുള്ള ഗുഡ് സമരിറ്റൻ ഓയിലിനെ പറ്റിയുള്ള ആ ഇൻഗ്രീഡിയൻസും ഈ ഇന്ത്യയിൽ ജിൻസൂറിന് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും സെയിം ആണോ എന്നാണ് മെയിനായിട്ട് എനിക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനിത് നിർമ്മിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നിർമ്മാണത്തിന് ചുമതല വഹിക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ്: അവരിത് അവരുടെ രൂപതയുടെ പെർമിഷനോട് കൂടെയാണ് ഇവരിത് ചെയ്യുന്നത്. ഒരു വൈദികൻ്റെ നേതൃത്വത്തിലാണ്. ആ വൈദികനാണ് ഈ ജിൻസൂറിൻ്റെ സ്പിരിച്വലി മുന്നോട്ടൊക്കെ നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വിശുദ്ധിയോടുകൂടെ 3-4 മണിക്കൂറോളം മുട്ടുകുത്തി നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതെന്നാണ് പറഞ്ഞത്. അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവരിത് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ അവർക്ക് അങ്ങനെ മെസ്സേജ് കിട്ടുന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് ഇത് ചെയ്യുന്നത്, അതും ഈ ചേട്ടൻ്റെ വീട്ടിൽ ആണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ആ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പൈശാചിക ആക്രമണങ്ങളും മറ്റ് അറ്റാക്സും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഓയിൽ നിർമ്മിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അവർ സഹനമായിട്ട് ഏറ്റെടുക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതിൽ വേറെ ഒരു രീതിയിലുള്ള ഉദ്ദേശങ്ങളും ഇല്ല. നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾക്ക് അറിയണമല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം, അവരിത് പോസ്റ്റായിട്ട് അയച്ചു തരില്ല. ഇത് എക്സോസിസം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ 4 ജപമാല ചൊല്ലിയിട്ട് വേണം പോയിട്ട് വാങ്ങിക്കാൻ എന്നാണ് മാതാവ് പറഞ്ഞത്, അല്ലെങ്കിൽ സ്വർഗ മെസ്സേജ് കൊടുത്തത്. അതുപോലെ ഈ ഓയിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ മാരകഭാവത്തോടു കൂടെ വാങ്ങിച്ചിട്ടൊരു കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ഉപയോഗപ്പെടില്ല. ഈ പറയുന്ന പകർച്ചവ്യാധി വരുന്ന സമയത്ത് നമുക്കത് ഉപകാരപ്പെടില്ല. സോ കുമ്പസാരിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അൽമായരിത് ഉണ്ടാക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നലെ ഞാൻ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം. അൽമായരിത് ഉണ്ടാക്കരുതെന്നും ജിൻസൂർ പറഞ്ഞതായിട്ട് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയത്തില്ല ഫോറിൻ കൺട്രീസിൽ അവരെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഏതെങ്കിലും വൈദികരുടെ നേതൃത്വത്തിലാണോ അതോ അൽമാരാണോ, നമുക്കറിയത്തില്ല. അപ്പോൾ എനിക്കറിയുന്നൊരു വ്യക്തി, ഒരു അൽമാനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇത് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ കോവിഡ് സമയത്ത് ഇത് നിർമ്മിച്ചിട്ട് അവർക്കത് ഉപകാരപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന് എഫക്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം പറഞ്ഞത് ജിൻസൂറിന്, കരുണയുടെ അവസാന മണിക്കൂറിലുള്ള ഈ ഓയിൽ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരും അവർക്ക് കിട്ടിയ മെസ്സേജാണ് ഞാൻ പങ്കുവെച്ചത്. ഇതാണ് ഗുഡ് സമരിറ്റൻ ഓയിലിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 60 മില്ലിയുടെ കുപ്പിയിൽ 50 മില്ലി ആയിട്ടാണ് ഇവർ ഓയിൽ കൊടുക്കുന്നത്. അതും ഇങ്ങനെ മെസ്സേജ് കിട്ടിയതിന് പുറത്താണ് അവരത് ചെയ്യുന്നത്. അതുപോലെ അതിന് 480 രൂപയാണ് വില. ഇനി ഞാൻ വിലയുടെ കാര്യം ഞാനൊന്ന് പറയട്ടെ. എന്നെ പറയുമ്പോഴവരെ, ഇവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട്, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല, ആത്മാർത്ഥമായിട്ട് ഈ ആളുകളോട്ട് ഇത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ ജീവിത വരുമാനം വേറെ ഉണ്ട്. വളരെ സാധാരണക്കാരാണ് ഇവരൊക്കെ. അപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരാണെങ്കിലും അവർക്കൊന്നും ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത്. ഇത് നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരോട് ഇത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ കരുണയുടെ അവസാന മണിക്കൂർ പുസ്തകം വിതരണം ചെയ്യുന്നു. ഈ പുസ്തകം എനിക്ക് കളക്ട് ചെയ്യാൻ 140 കിലോമീറ്റർ 2 സൈഡ് എനിക്കിത് യാത്ര ചെയ്യണം. 140 കിലോമീറ്റർ, അത് കൂടിയാലേ ഉള്ളൂ, കുറഞ്ഞാലില്ല. 140 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നിട്ട് 15 രൂപയുടെ എൻവലപ്പിലാണ് ഈ പുസ്തകം വിതരണം ചെയ്യുന്നത്. പെട്രോൾ അടിച്ചിട്ട് 1000-1500 രൂപയുടെ ഇടയിലുള്ള
എമൗണ്ട് വേണം എനിക്ക് ഈ ബുക്ക് കളക്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ മറ്റു ചിലർ ചെയ്യുന്ന പോലെ 1000, 2000, 3000 കോപ്പിയൊന്നും ഞാൻ കളക്ട് ചെയ്യാറില്ല. കാരണം അത് കളക്ട് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അടച്ചിട്ട് വേണം എടുക്കാൻ. അതൊന്നും എടുക്കാനുള്ള എമൗണ്ട് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം കുറച്ച് ഓർഡർ ആവശ്യമുള്ളവരടുത്ത് ചോദിക്കും. ഈ ഓർഡർ തന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒരു 200, 300 ഉണ്ടാവുള്ളൂ. ഈ 300 ഇന്നുവരെ എടുത്തിട്ടില്ല. അതിൽ കുറവ് 200, 250 എടുക്കത്തുള്ളൂ. ഈ 250 ബുക്ക് എടുക്കാനാണ് ഞാൻ 140 കിലോമീറ്റർ പോകുന്നത്. മണ്ടത്തരമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ കാശ് അടച്ച് വാങ്ങിക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് നേരത്തെ ഓർഡർ ചെയ്തവരുടെ കാശ് എൻ്റെ കയ്യിലുണ്ടല്ലോ, ആ കാശ് കൊടുത്തിട്ട് ബുക്ക് വാങ്ങിയിട്ട് ഈ വണ്ടിയിൽ എടുത്തിട്ട് വരും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 20 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഓക്കെ, ഈ എൻവലപ്പിന് ഒരെണ്ണത്തിന് 15 രൂപയാണ്. ഒരു എൻവലപ്പിന് മാത്രം വില. അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹൈ ക്വാളിറ്റിയിലായിരിക്കണം എന്ന എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് അതിന് കാരണം. ഞാൻ ആരുടെയും അതുകൊണ്ട് കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് സാധാരണ ഇതിലൊന്നും ഞാൻ കൊടുക്കാറില്ല. നല്ല എൻവലപ്പ് 15 രൂപയുടെ എൻവലപ്പാണ് ഞാൻ കൊടുക്കുന്നത്, ഇത് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഈ ഫ്രം ടു അഡ്രസ്സ് എഴുതി തന്നെ മടുത്തു പോകും മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ ഫ്രം അഡ്രസ്സ് എഴുതാനുള്ള മടി കാരണം ഈ ഫ്രം അഡ്രസ്സ് സ്റ്റിക്കറായിട്ടാണ്, ഇത് ലഭിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ ഫ്രം അഡ്രസ്സ് സ്റ്റിക്കറായിട്ടാണ് ഒട്ടിക്കുന്നത്. ആ സ്റ്റിക്കർ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനും വേറെ കാശ് കൊടുക്കണം. പിന്നീട് ചില സമയത്ത് സ്കൂട്ടറിൽ കൊണ്ടുപോകും, ചില സമയത്ത് സ്കൂട്ടറിൽ കൊണ്ടുപോകാനുള്ള അതിനേക്കാളും കൂടുതൽ ബുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കാർ എടുത്തിട്ട് പോകും. അപ്പോൾ 20 കിലോമീറ്റർ ഇത് എല്ലാ ദിവസവും ഇത് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടാണ് ഈ ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ MRP 160 രൂപയുടെ ഒരു ബുക്ക് കൊടുക്കാൻ എനിക്ക് ചിലപ്പോൾ ചിലപ്പോൾ 20-30 രൂപയുടെ നഷ്ടം ഒരാൾക്ക് കൊടുക്കാനുണ്ടാവും. പക്ഷേ അത് ചെയ്യുന്നത് ആളുകളോട് ഇത് എത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. അതുകൊണ്ട് അത് ചിന്തിച്ചിട്ട് മാത്രം ഇങ്ങനെയാണ് ഈ മനുഷ്യനും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇന്ന് നിർത്താം, ഇന്ന് വേണമെങ്കിൽ ഇന്ന് നിർത്താം. പക്ഷേ ആളുകൾ ചോദിക്കുന്നുണ്ട്, അവർ വീണ്ടും ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പം ഒരു പക്ഷേ ഈ ഓയിലും ഈ കരുണയുടെ അവസാന മണിക്കൂറും ഇത് ലാസ്റ്റായിരിക്കും. ഇനി അത് അവർ ഉണ്ടാക്കത്തില്ല. ഓയിൽ പ്രത്യേകിച്ച് എന്തായാലും ഉണ്ടാക്കാൻ സാധ്യതയില്ല, വളരെ സാധ്യത കുറവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുണ്ടാക്കുമ്പോൾ വളരെ ബൾക്കായിട്ടാണ് 16 ലക്ഷമൊക്കെ അവർക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞത്. എത്രയോ ലിറ്റർ ഈ ഓയിൽ അറ്റ് എ ടൈം ഉണ്ടാക്കാൻ. അതിനകത്താണ് കുഞ്ഞു കുഞ്ഞു കുപ്പിയിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം 50 മില്ലിക്ക് 480 രൂപ എന്ന് നമ്മൾ പറയുമ്പം അതുപോലെയുള്ള എഫേർട്ട് അവർക്കുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബൈബിൾ നമ്മൾ എടുത്ത് നോക്കാം. ഇപ്പോൾ ഈ കരുണയുടെ അവസാന മണിക്കൂറാണെങ്കിലും ഈ പറയുന്ന ഓയിലാണെങ്കിലും എന്താണെങ്കിലും ഇതിനേക്കാളൊക്കെ വലുത് ദൈവവചനമാണല്ലോ. നമുക്ക് ദൈവവചനം ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത്? അല്ല, നമുക്ക് ദൈവവചനം കിട്ടുന്നത് എങ്ങനെയാണ്? MRP നമ്മുടെ കാശ് അടച്ചിട്ട് തന്നെ. എനിക്ക് തോന്നുന്നു ഒരു ബൈബിളിന് ഇപ്പോൾ ഏകദേശം ഒരു 300-400 രൂപയുടെ അടുത്തുണ്ട്, ഒരു സാധാരണ POC ബൈബിൾ. എൻ്റെ കയ്യിലുള്ള ബൈബിളിന് അത് ഇച്ചിരി ഒരു ഗോൾഡൻ ഇങ്ങനെ എന്താ പറയുക, ഇച്ചിരി ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു ബൈബിളാണ്. അത് ഈ പൊതിയോടുകൂടെ ഈ കവറോട് കൂടെയുള്ള ബൈബിളാണ്. നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് 700-800 രൂപയുടെ അടുത്തുണ്ട് അതിന് വില. നമുക്ക് POC കുറ്റം പറയാൻ പറ്റുമോ? അതിന് ചിലവില്ലേ? ഈ ബൈബിൾ പ്രിൻ്റ് ചിലവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ ഈ കാശിനകത്ത് ഇതിങ്ങനെ ചിലർ പറഞ്ഞാൽ കേട്ടതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. നമ്മൾ കുറ്റം പറയരുത്. നമ്മൾ അതിന് എഫേർട്ട് ഉണ്ട് ഈ മനുഷ്യർക്ക്. അവർ ഞാൻ അറിഞ്ഞിടത്തോളം ലാഭം പോലും എടുക്കാതെയാണ് ഈ ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ബുക്കിൻ്റെ ഒക്കെ ആണെങ്കിലും അവർ ഒരു സാധാരണക്കാർ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഈ അതായത് പരിശുദ്ധ കുർബാന 100 രൂപയുള്ളത് 150 രൂപയാക്കി സഭ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഉയർത്തി. നമ്മൾ കുറ്റം പറയല്ലേ? അതൊക്കെ ഭയങ്കര അനുഗ്രഹമുള്ളൊരു കാര്യമാണ്. പണ്ട് കാലത്ത് 100 രൂപയുടെ കുർബാന ആണെങ്കിലും 200 രൂപ കൊടുത്തിട്ടാണ് ആൾക്കാർ കുർബാന ചൊല്ലിക്കുന്നത്. ആ 100 രൂപ അത് അച്ഛനുള്ളതാണ്, അല്ലെങ്കിൽ പാവങ്ങൾക്കുള്ളതാണ്. അച്ഛാ അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ആത്മാവിനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും സഭയെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഓകയിൽ ഇതൊന്നും നിർബന്ധമല്ല. ഇതൊക്കെ സ്വകാര്യ വെളിപാടുകളാണ്. നമ്മുടെ ഇഷ്ടമാണ് വാങ്ങിക്കണോ വേണ്ടത്, ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈശോ നല്ലവനായ നമ്മുടെ കർത്താവ് നമുക്കിത് മുൻകൂട്ടി പറഞ്ഞു തരുന്നു. നമ്മൾ പ്രിപ്പയർ ആയിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു പകർച്ചവ്യാധി വരുമ്പോൾ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ പറയുന്നു. അത് ഈശോയുടെ സ്വരമാണ്, വിശ്വസിക്കുന്നവർ അത് ചെയ്യുക. അപ്പോൾ ഇതും എനിക്കിത് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു പൊതുജന താല്പര്യാർത്ഥം എന്ന് പറയത്തില്ല, അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലുമൊക്കെ ഒരു കേസിൽ
എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് കിട്ടാത്തവരാണെങ്കിൽ ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ടോ. ഞാൻ ഒറ്റ മനുഷ്യനേ ഉള്ളൂ. ഈ പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും വാട്സാപ്പ് ചാനലും ഇതെല്ലാം ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും, പിന്നെ എനിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്, 2.5 1.5 വയസ്സുള്ള പിള്ളേരുണ്ട്, പിന്നെ വീട്ടിലത്തെ കാര്യം നോക്കണം, അങ്ങനെ അപ്പോൾ ഇതിനിടയിലാണ് ഈ മെസ്സേജസ് വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളൊരു ഹ്യൂമൻ എറർ കാരണം മിസ്സായി പോവാം. അങ്ങനെ ആർക്കെങ്കിലും ബുക്കൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം, യാദൃശ്ചികം മാത്രമാണ്, മനഃപൂർവ്വമല്ല. എനിക്ക് നിങ്ങൾക്ക് ബുക്ക് തരാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക, ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ദിവസം തന്നെ ബുക്ക് അയച്ചു തരും.